ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. കഥയ്ക്ക് ക്ലിക്കുണ്ട് പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ? ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്ന നീതുവിൻ്റെ അടുത്ത് വീണ്ടും അച്ഛനും അമ്മയും അതുപോലെ തന്നെ ചേട്ടനൊക്കെ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അമ്മയാണെങ്കിൽ പറയുന്നുണ്ട് ഇനിയും നീ അവനെ കാണാനോ സംസാരിക്കാനോ പാടില്ല, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും അടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഏട്ടനും ഇതുപോലെ ഓരോ ഡയലോഗ് അടിക്കുന്നുണ്ട്, നിനക്ക് നാണമുണ്ട് ഇങ്ങോട്ട് വരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും വീണ്ടും പഴയ അവസ്ഥ തന്നെയാണ് നീതുവിന് ഉണ്ടാവുന്നത്. അവൾ പെട്ടെന്ന് കയറി വാതിലൊക്കെ അടച്ചിട്ട് റൂമിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വാതിൽ ഇവർ ഒരുപാട് സമയം തുറക്കാൻ വേണ്ടി പറയുന്നുണ്ടെങ്കിലും നീതു തുറക്കുന്നില്ല. അവസാനം അവൾക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേഷ്യം വന്നിട്ട് അവൾ കോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഹരീഷിനെ വിളിക്കുന്നതായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ആരെയാണ് വിളിക്കുന്നതെന്ന്. എന്തായാലും ആ സമയത്ത് നമ്മളെ കിളിക്കൂട്ടിലാണെങ്കിൽ നീതുവിനെ ആക്കി തിരിച്ചു വന്ന അച്ഛൻ ഹരീഷിന്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ, നീ ചെയ്തത് മോശമായി പോയി, അവളെ വീട്ടിലേക്ക് തിരിച്ചയച്ചത്. നിന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്നതായിരുന്നില്ലേ, നിനക്ക് എന്തായാലും നല്ലൊരു സമയമായിരുന്നു, ഇങ്ങനെ ഒരാളെ കിട്ടിയല്ലോ, അത് നീയായിട്ട് തന്നെ തകർത്തല്ലോ, ഇനി ഏട്ടനെ പോലെ നീ ഇവിടെ ബ്രഹ്മചാരി ആയിക്കോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. എന്തായാലും ആശംസ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെല്ലാവരും അവള് വീട്ടിലേക്ക് തന്നെ ഞാൻ തിരിച്ചാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അവരെല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തിനാ നീ വീട്ടിലേക്ക് തിരിച്ചാക്കിയത്, അവളുടെ ചേട്ടനൊക്കെ ഭയങ്കര സൈക്കോ സ്വഭാവമല്ലേ, അപ്പോൾ ഇനി അവൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലോ എന്ന് പറയുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട് ഇല്ല, അവൾ എന്നെ വിളിച്ചോളും, ഒന്നുകിൽ മെസ്സേജ് അയച്ചോളും അല്ലെങ്കിൽ കോൾ ചെയ്തോളും, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടായാൽ എന്നെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്, എന്തായാലും അവളുടെ വീട്ടുകാരല്ലേ, ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാലും ഇവർക്കൊക്കെ ഒരു ടെൻഷൻ. അപ്പോൾ എന്തായാലും നിധി പറയുന്നുണ്ട് ആ സമയത്തല്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ ആലോചിക്കുക, എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പം നോക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ സുധീഷിൻ്റെ അടുത്ത് വന്നിട്ട് നിധി പറയുന്നുണ്ട് ഹരീഷിൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എന്തായിരിക്കും ചെയ്യുക, എന്നെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു പെൺകുട്ടിയുമായിട്ട് നിങ്ങൾക്ക് അഫെയർ ഉണ്ടായി കഴിഞ്ഞ് ആ പെൺകുട്ടി ഇവിടേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വേഗം എന്താ ചെയ്യുക, ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് കയറി കല്യാണം കഴിക്കൂ, അത്രയല്ലേ ചെയ്യുള്ളൂ. പക്ഷെ ഹരീഷ് ചെയ്തത് എന്താ, അവൻ എന്തുകൊണ്ടാണ് ഇന്നലെ വേണ്ടെന്ന് വെച്ചെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, സുഭാഷേട്ടൻ്റെ കാര്യം ആലോചിച്ചിട്ടല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നത് അതെങ്ങനെ നീ അറിഞ്ഞു, അതിന് വലിയ ബുദ്ധിയോ വലിയ പഠിപ്പോ ഒന്നും വേണ്ട, അതൊക്കെ എനിക്ക് മനസ്സിലാവും, അവൻ നല്ല കുടുംബസ്നേഹമുള്ള ആളാണ്, നിങ്ങൾ എപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയായിരിക്കും എന്തെങ്കിലും ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കുക. പക്ഷെ ഹരീഷ് അങ്ങനെയല്ല, ബാക്കിയുള്ളവരെയും കൂടി ആലോചിച്ചിട്ടാണ് അവനൊരു ഡിസിഷൻ എടുക്കുക, അവൻ എന്തായാലും കുടുംബസ്നേഹമുള്ള ആളാണെന്ന് എനിക്ക് ആദ്യമേ അറിയാം, അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ആ പെൺകുട്ടി ഇങ്ങോട്ട് ഇറങ്ങി വന്നതെന്നും പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് സുധീഷ് പറയുന്നുണ്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാ പറയുന്നത്, ഞാൻ നീതുവിന്റെ ഭാഗത്ത് നിന്ന് സംസാരിച്ചില്ലേ, അവളുടെ വീട്ടിലേക്ക് അവളെ തിരിച്ചയച്ചു കഴിഞ്ഞാൽ അവൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും ദുരിതങ്ങളും മനസ്സിലാക്കിയിട്ട് ഞാനൊരു ഡിസിഷൻ എടുത്തു, അപ്പൊ അതിനെന്താ തെറ്റെന്ന് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടി എടുത്ത ഡിസിഷൻ അല്ല, ഈ വീട്ടിൽ പെണ്ണുങ്ങൾ വാഴില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് അവൾ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തീരുമെന്ന് നിങ്ങൾ വക്രബുദ്ധിയിൽ ചിന്തിച്ചു, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മളെ നിധി പോകുന്നുണ്ട് കേട്ടോ. അന്നേരം നമ്മളെ സുധീഷ് വിചാരിക്കുന്നുണ്ട് ഇവൾ എന്ത് പറഞ്ഞാലും അത് മറിച്ചാണല്ലോ ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ നീതുവിന്റെ വീടിന്റെ നേരെ മുന്നിൽ വന്നിട്ട് പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ട്, വനിതാ പോലീസാണ് വന്നിരിക്കുന്നത്. ആ സമയത്ത് അഖിലും അമ്മയും ഒരു വടി എടുത്തിട്ട് നീതു കയറിയിരിക്കുന്ന റൂമിന്റെ വാതിൽ തല്ലി പൊളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയായിരുന്നു കേട്ടോ. വാതിൽ പറഞ്ഞിട്ട് അവൾ തുറക്കുന്നൊന്നുമില്ല. ആ സമയത്താണ് പോലീസുകാർ വന്നത്, കോണിബെല്ല് അടിക്കുന്നുണ്ട്. അച്ഛൻ പറയുന്നുണ്ട് വടി അവിടെ ഇട്ടിട്ട് നീ പോയി നോക്കുക, ആരാന്ന് നോക്കുമെന്ന് പറയുമ്പോഴാണ് ഇവർ പോയി നോക്കുന്നതും പോലീസുകാരെ കാണുന്നതും. നീതു എവിടെ, നീതു ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവരാദ്യം തെറ്റിദ്ധരിക്കും, നീതുവിന്റെ പേരിൽ കേസ് എടുക്കാൻ വേണ്ടി വന്നാന്ന് വിചാരിക്കും, ഓ അവൾ ഇനി വല്ല വേറെ പ്രശ്നവും ഉണ്ടാക്കിയോ എന്ന് വിചാരിക്കുന്നുണ്ട് അമ്മ. എന്തായാലും നീതുവിനോട് പോയിട്ട് അമ്മ പറയുന്നുണ്ട് കേട്ടോ വാതിൽ തുറക്ക്, പോലീസുകാർ വന്നിട്ടുണ്ട് നിന്നെ അന്വേഷിച്ചെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവള് റൂമിൽ നിന്ന് നേരെ ഇറങ്ങി പോലീസുകാരെ എടുത്തിട്ട് പോകുന്നുണ്ട്. നീയാണോ നീതു, നീയാണോ ഞങ്ങൾക്ക് കംപ്ലൈന്റ് തന്നതെന്ന് ചോദിക്കുമ്പോഴാണ് ഇവർ അറിയുന്നത് കേട്ടോ, ഇവളെ അങ്ങോട്ട് വിളിച്ച് കംപ്ലൈന്റ് ചെയ്തതാണെന്നുള്ളത്. ഇവരാണ് എന്നെ ഭീഷണിപ്പെടുത്തുന്നത്, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഈ കുട്ടിയെ നിങ്ങൾ ടോർച്ചർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ പെൺകുട്ടി വിളിച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അന്നേരമാണ് ഇവർ ഷോക്കാവുന്നത്, നീതു വിളിച്ചിട്ടാണ് ഇവർ വന്നതെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ പോലീസുകാരോട് ഇവരെല്ലാ സത്യങ്ങളും ഇവൾ തുറന്നു പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ ചേട്ടനും ഒക്കെ എന്നെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നുണ്ട്, അച്ഛനൊഴികെ ബാക്കി എല്ലാവരും എന്നെ ശാരീരികമായിട്ടും എന്നെ അടിക്കുന്നുണ്ട്, അച്ഛൻ പിന്നെ ചീത്തയ്ക്ക് യാതൊരുവിധ കുറവുമില്ല, അടിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരെയും പോലീസുകാർ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്, ഓരോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവസാനം എന്തുകൊണ്ടാണ് മകളെ ഇങ്ങനെ അടിക്കുന്നതെന്ന് അവളോട് തന്നെ ചോദിക്കുമ്പോൾ പേടിക്കാതെ കാര്യം പറയുന്നുണ്ട് കേട്ടോ. അന്നേരം നീതു പറയുന്നുണ്ട് എനിക്കൊരാളെ ഇഷ്ടമാണ്, അയാളെ ഇവർക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അന്നേരം അവളുടെ അമ്മ പറയുന്നത് അവളുടെ സ്നേഹിക്കുന്ന ആ കുടുംബം അത്ര ശരിയൊന്നുമല്ല, അത് മോശം കുടുംബമാണ്, തെണ്ടി കുടുംബമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോലീസുകാർ പറയുന്നുണ്ട് എത്ര വയസ്സായി ചോദിക്കുമ്പോൾ 20 വയസ്സാന്ന് പറയുമ്പോൾ 20 വയസ്സായ ഒരു പെൺകുട്ടിക്ക് സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാനുള്ള പ്രായമൊക്കെ ആയി കഴിഞ്ഞ് അപ്പോൾ കോടതിയാണെങ്കിലും അത് തന്നെ അനുവദിക്കുകയുള്ളൂ, ഈ പെൺകുട്ടിക്ക് ഒരാളെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അത് അനുവദിക്കുക കോടതി ചെയ്യുള്ളൂ, അതൊക്കെ അവളുടെ അവകാശമാണ്.
പിന്നെ നീതു പറയുന്നുണ്ട് ആ ഇഷ്ടം കൊണ്ട് എൻ്റെ വിദ്യാഭ്യാസം തന്നെ ഇവർ മുടക്കിയിട്ടുണ്ട്, ഞാൻ പുറത്ത് പോകരുതെന്ന് പറയുന്നുണ്ട്, അവനെ കാണുന്നു വിചാരിച്ചിട്ട് ഞങ്ങൾ കറങ്ങി നടക്കുകയോ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ, അതിനാണ് എന്നെ ഇങ്ങനെ തല്ലി ചതയ്ക്കുന്നത്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അഖിലിനെയും അതുപോലെ തന്നെ അച്ഛനെയും അമ്മയെയൊക്കെ പോലീസുകാർ നല്ല വിരട്ടുന്നുണ്ട്, അവർ പേടിച്ച് നിൽക്കട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കേണ്ടി വരും, ഇപ്പൊ തന്നെ മകളുടെ വാക്ക് കേട്ടിട്ട് നിങ്ങൾക്കെതിരെ കേസ് എടുക്കാൻ തോന്നുന്നുണ്ട്, പിന്നെ 7 കൊല്ലം നിങ്ങൾ തടവിലായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഒരു പേനയും പേപ്പറും എടുത്ത് വരും എന്ന് പറഞ്ഞിട്ട് അഖിലിനെ പറഞ്ഞയക്കുന്നുണ്ട് പോലീസുകാർ. അതിൽ ഇങ്ങനെ ഒരു സത്യപ്രസ്താവന പോലെ എഴുതുന്നുണ്ട്, ഇനി ഒരിക്കലും ഇതൊന്നും ചെയ്യില്ല, അവളെ അടിക്കുകയോ തല്ലുകയോ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെള്ള പേപ്പറിൽ എഴുതി എല്ലാവരെ കൊണ്ട് ഒപ്പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും ഒപ്പിടുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ നീതു ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്, പ്രൗഡായിട്ട് തോന്നുന്നുണ്ട്. കാരണം അവൾ പോലീസുകാരെ വിളിച്ചു വരുത്തി, പോലീസുകാർ അവളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നു, അച്ഛനെയും അമ്മയും വിരട്ടിപ്പിക്കുന്നു, ഇതൊക്കെ ആയിരുന്നു അവളുടെ ആഗ്രഹം. ഇനി അവരുടെ ശല്യമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോലീസുകാർ പോകുന്നതിന് മുൻപ് പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ ഈ പേപ്പറിൽ എഴുതിയതിന് നേരെ വിപരീതമായിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ ഞാൻ കേസ് എടുക്കും, യാതൊരുവിധ സംശയവുമില്ല. ഈ പെൺകുട്ടി തന്ന കംപ്ലൈന്റ് പ്രകാരം ഒരു 7 വർഷം വരെ നിങ്ങൾ അകത്തിടാനുള്ള വകുപ്പുണ്ട്, അതുകൊണ്ട് വെറുതെ അത് ഉണ്ടാക്കിപ്പിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവര് നീതുവിനെ ഒന്ന് പേഴ്സണൽ ആയിട്ട് വിളിക്കുന്നുണ്ട്, നീതു ഇവിടെ വാന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് ഇവര് പേടിക്കും കേട്ടോ. പിന്നെ കാണിക്കുന്നത് ഹരീഷിന്റെ മെക്കാനിക് കടയാണ് കേട്ടോ. അവള് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്, ഞാൻ വീട്ടിൽ വഴക്കടിച്ചിട്ട് ഭയങ്കര പട്ടിണിയായിരുന്നു, അതുകൊണ്ട് എനിക്ക് വിശക്കുന്നുണ്ട്, ഞാനിതൊന്ന് കഴിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഹരീഷ് ആണെങ്കിൽ നീ കാര്യം പറയാം, എന്താ ഉണ്ടായതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പോലീസുകാർ വീട്ടിൽ വന്ന കഥ പറയാനായിരിക്കും നീതു എന്തായാലും കടയിലേക്ക് പോയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഈ സംഭവം സ്റ്റോറി ഇങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ്, വീട്ടിൽ എനിക്ക് വീണ്ടും പഴയ അവസ്ഥ തന്നെ ഉണ്ടായി, അപ്പോൾ ഞാൻ കഥ അടച്ച് കുറ്റിയിട്ടു എന്ന് പറയുമ്പോൾ തന്നെ ചന്തുവും ടിറ്റോയും പറയും, ഓ പിന്നെ എല്ലാ പെൺകുട്ടികളും ചെയ്യുന്നത് പോലെ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടായിരിക്കും, അങ്ങനെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടായിരിക്കും, മകളെ ഇനി അങ്ങനെയൊന്നും ചെയ്യരുത്, ഏതൊരാളെ വേണമെങ്കിലും ഞങ്ങൾ കല്യാണം കഴിച്ച് തരാം മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് സോപ്പിട്ടിട്ടുണ്ടായിരിക്കും, അങ്ങനെയല്ലേ സംഭവിച്ചെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹരീഷും പേടിക്കും, അതാണോ സംഭവിച്ചെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും അതല്ല സംഭവിച്ചത്, നമ്മളെ നീതുവിൻ്റെ സ്വഭാവം വെച്ചിട്ട് അങ്ങനെയൊന്നും അവൾ ഒരിക്കലും ചെയ്യില്ല. ഞാൻ നേരെ പോലീസുകാരെ വിളിച്ചു, കംപ്ലൈൻറ്റ് കൊടുത്തു, അവർ വീട്ടിലേക്ക് വന്നു, അച്ഛനും അമ്മയൊക്കെ വിരട്ടിപ്പിച്ചു, അങ്ങനെ പേപ്പറിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഹരീഷൊക്കെ ഞെട്ടുട്ടോ, നീതു ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് ആലോചിക്കുമ്പോൾ. എന്തായാലും എൻ്റെ ചേട്ടനൊക്കെ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ പോലീസുകാർ എന്നെ പേഴ്സണലായിട്ട് വിളിച്ചു, എന്നിട്ട് എന്താ പറഞ്ഞതെന്ന് അറിയണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. അത് പേഴ്സണലായിട്ട് അവസാനം പോകുന്നതിൻ്റെ മുൻപ് നീതുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അത് വേറെ ഒന്നിനെയല്ല, ഇൻസ്പെക്ടർ അവളുടെ കയ്യിൽ അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വിളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന നീതുവിനെ അവരെല്ലാവരും നോക്കി പേടിക്കുന്നുണ്ട് കേട്ടോ. കാരണം അവരെയൊക്കെ പോലീസുകാരെ മുന്നിൽ നാണം കെടുത്തി എല്ലാ സത്യങ്ങളും ഇവള് തുറന്നു പറഞ്ഞു എന്നൊക്കെ വിചാരിച്ചിട്ട് അവരെല്ലാവരും ദേഷ്യപ്പെട്ടിട്ട് നോക്കുന്നുണ്ട്. ആ അവസരവും നമ്മളെ നീതു മുതലെടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, ഇനി എന്നെ അടിക്കാൻ തോന്നുന്നുണ്ടോ, നിങ്ങൾക്ക് അടിക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്തായാലും അവരതൊന്നും ചെയ്യില്ല എന്ന് അവൾക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ടാണ് ആൾ അങ്ങനെ ഒരു ഡയലോഗ് അടിക്കുന്നത്. എന്തായാലും ഈ സംഭവം കഴിഞ്ഞ കഥകളൊക്കെ ഹരീഷിനോട് കടയിൽ നിന്ന് തുറന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും ഇനി നമ്മളെ നീതുവിനെ ഇനി സുഖമായിട്ട് അവിടെ കഴിയാമെന്ന് വിചാരിക്കുന്നു. കാരണം പോലീസുകാർ ഇങ്ങനെയൊക്കെ ഒരു കേസ് എടുക്കുന്ന പേടിപ്പിച്ചതുകൊണ്ട് തന്നെ അവർക്കും ഒരു പേടി ഉണ്ടായിരിക്കും, ഇനി നീതുവിൻ്റെ മേൽ ഒരു കയ്യോ കാലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എങ്കിൽ പോലും ഹരീഷുമായിട്ടുള്ള ഒരു പ്രണയം അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ചെറിയ രീതിയിലൊക്കെ അവൾക്ക് ഇനിയും അറ്റാക്ക് ഉണ്ടാവാതില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം കഥയിൽ എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.